ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പറൊട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണാണ്. കോഫിയുടെ നല്ലൊരു ഫ്ലേവറാണ് ഈ ബണ്ണിന്. ഇത് ഓവൻ ഇല്ലാതെ ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് അംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലിൻ്റെ ബട്ടണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ കോഫി ബൺ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു 1/4 കപ്പ് പാല് വേണം. ഇത് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പിൻ്റെ അളവിലുള്ള കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഈസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്താൽ മതി. ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട തണുപ്പൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിലുള്ള ആ ഒരു അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആണ്, എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നമുക്ക് കിട്ടൂ. ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. തണുപ്പോടുകൂടെ ബട്ടർ എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ തണുപ്പില്ലാതെ ബട്ടർ എടുക്കുക. കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മൈദ കൂടി ഒന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചെടുത്താലും മതി. ഏതാണ് കൂടുതൽ ഇതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. മൈദ വേണമെങ്കിൽ കുറച്ചൊന്ന് വിതറിയിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതെ തന്നെ കിട്ടും. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് എണ്ണയൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചൂടൊക്കെ ഉള്ളിടത്താണെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിളായി കിട്ടും. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് 2 മണിക്കൂർ എടുത്തു ഇത് ഡബിളായി കിട്ടാനായിട്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാടങ്ങ് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് 8 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസും എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ കട്ട് ചെയ്ത ആ ചെറിയ പീസും ഒന്ന് പരത്തിയിട്ട് അതിലേക്ക് ഇനി ബട്ടർ വെച്ച് കൊടുക്കണം. ഞാൻ ബട്ടർ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് കവർ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണിത്. എന്നിട്ട് നമ്മൾ ആ ഒട്ടിച്ച ഭാഗം താഴെയായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബോളാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനി ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കനം കുറച്ചിട്ട് പരത്തരുത്. അങ്ങനെയാകുമ്പോൾ ഈ ബട്ടർ ഇതിലേക്ക് വയ്ക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കനം കുറയ്ക്കാതെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ആ ചെറിയ പീസിൽ ബട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കമിഴ്ത്തി വെച്ചിട്ട് ബോളാക്കി എടുക്കുക. അപ്പോൾ ഈ അളവിൽ 2 കപ്പ് മൈദയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 8 ബണ്ണാണ് കിട്ടുന്നത്. അപ്പോൾ ഈ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട്. ഇത് ഓവൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോഫിയുടെ കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് ഐസിങ് ഷുഗർ ചേർക്കാം. ഐസിങ് ഷുഗറിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കണം, തണുപ്പില്ലാതെ തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തും എടുക്കാം. ഞാൻ വിസ്കാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് മൈദ കൂടി ചേർക്കാം. അപ്പോൾ പാൽപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോഫി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഏത് കോഫി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ആ ബാറ്ററിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് വേണ്ടത്. ഇത് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാകത്തിനായിരിക്കണം. അപ്പോൾ അഥവാ കൂടുതൽ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്താൽ മതി. നെസ്കഫേയുടെ കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ബണ്ണൊക്കെ ഡബിളായി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴാണ് ഇത്രയും ഡബിളായിട്ട് കിട്ടും. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഈ ബണ്ണിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബണ്ണ് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം. ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പുറത്ത് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ബേക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒട്ടി വരും. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 18 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് പാത്രം ഒന്ന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വയ്ക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് എടുക്കും. ഓവൻ ഇല്ലാതെ ചെയ്യുമ്പോൾ 20 മിനിറ്റ് എടുക്കും ഇത് ബേക്കായിട്ട് വരാനായിട്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ബേക്കായെന്ന് മനസ്സിലാവും. ഇത് അടുത്തടുത്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്.
നല്ലപോലെ ബേക്കായിട്ടുണ്ട്. നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓവനില്ലാതെ ബേക്ക് ചെയ്തതും നല്ല കളറിൽ വന്നിട്ടുണ്ട്, നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി അതും എടുത്തു മാറ്റാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കരിഞ്ഞൊന്നും പോകുമൊന്നുമില്ല ഉപ്പ് ചേർത്തില്ല എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ചൂട് പോയിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഓവനിൽ ബേക്ക് ചെയ്തതും ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തതും നല്ല കളറിലായി വന്നിട്ടുണ്ട്, ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ബണ്ണിട്ടപ്പോൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്ത് നോക്കിയപ്പോൾ കളർ വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല ക്രിസ്പിയാണ് എൻ്റെ പുറം ഭാഗം. അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. ഇത് ഓവനിൽ ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത്. ഓവൻ ഇല്ലാതെ ചെയ്ത ബണ്ണും ഇതേപോലെ തന്നെയാണ് ഉള്ളൊക്കെ ഉള്ളത്. പുറത്ത് കുറച്ചൊരു ക്രിസ്പി കുറവാണ്, എങ്കിലും അതേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്